നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായ ഒരു ഓപ്പറേഷൻ ലോട്ടസ് എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് BJP-യിലേക്ക് ആൾക്കാരെ കൂട്ടുക. പ്രത്യേകിച്ച് ഇന്ന് പാർലമെന്റിൽ, രാജ്യസഭയിൽ 7 MP-മാരെ രാഘവ് ചെഡ്ഡയുടെ നേതൃത്വത്തിൽ BJP-യിലേക്ക് ജോയിൻ ചെയ്തേക്കാണ്. 10 MP-മാരിൽ, രാജ്യസഭ മെമ്പർമാരിൽ 7 പേരാണ് ചേർന്നിരിക്കുന്നത്. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഇവർ അസംതൃപ്തരായിരുന്നു. മറ്റൊന്ന്, BJP-യുടെ പലവിധ ഓഫറുകൾ. പഞ്ചാബിലെ ഇലക്ഷൻ അടുത്ത വർഷം നടക്കാണ്ടിരിക്കുന്നു. BJP-ക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലയാണ് പഞ്ചാബ്. അതുപോലെ തന്നെയാണ് ശ്രീ കെജ്രിവാളിനെ പറ്റിയുള്ള ഒരു പ്രൈവറ്റ് ജോക്ക് ഞങ്ങളുടെ ഇടയിലുള്ളത്. ഇവിടെ അദ്ദേഹം ഹരിയാനയിലെ സോണിപ്പട്ടിൽ നിന്നുള്ള ഒരു ആളാണ്. ഹരിയാന കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ ഖാപ്പ് പഞ്ചായത്ത്, ജാട്ടുകളുടെ ഖാപ്പ് പഞ്ചായത്ത്, അതായത് വളരെ ഫ്യൂഡലായിട്ടുള്ള അവിടുത്തെ പട്രിയാർക്ക് നടത്തുന്ന ഒരു നീതിനായ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഒരു ശൃംഖലയുണ്ട്. അതിലെ പട്രിയാക്കുകൾ അവരുടെ ഇഷ്ടം പോലെയാണ് വിധികളും മറ്റും ചെയ്യുന്നത്. ഗ്രാമത്തിലെ പഞ്ചായത്തിൽ കേജ്രിവാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയെ അങ്ങനെ ഒരു ഖാപ്പ് പഞ്ചായത്തായിട്ട് മാറ്റിയോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് എൻ്റെ സുഹൃത്തായ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ഈ പാർട്ടി വിട്ടപ്പോൾ അവർ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ അത് ഏകദേശം സ്ഥിരീകരിക്കുന്ന മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സിറിയ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. എന്താണ് ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്നപ്പോൾ പലപ്പോഴും ചിരിയാണ് വരുന്നത്. അതായത് ശ്രീ കെജ്രിവാൾ അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ വൃക്ഷവിൻ്റെയും നാരകനായിട്ട് സ്വയം അവതരിപ്പിക്കപ്പെടുകയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കൂടെ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് സ്വാതി മലിവാളിനെ പോലുള്ള ഒരു സ്ത്രീ, അവർ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വന്നപ്പോൾ സന്ദർശിക്കാൻ പോയപ്പോൾ അതിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് മാൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ള ഒരു കേസ് വരെ ഉണ്ട്. അപ്പൊ എന്താണ് സാർ ഇത് കാണിക്കുന്നത്? അദ്ദേഹം ഈ അധികാരം കിട്ടുമ്പോൾ മറ്റു പലരെയും പോലെ ചെറിയ നേതാക്കൾ, ചെറിയ മനസ്സിന്റെ ഉടമകൾക്ക് നിലവിട്ട് അവർ പെരുമാറുമെന്ന് കേട്ടിട്ടുണ്ട്. അതാണോ കെജ്രിവാളിന് സംഭവിച്ചിരിക്കുന്നത്? നന്ദി. ആം ആദ്മി പാർട്ടിയുടെ ജനനം തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിലായിരുന്നു. ഞാൻ ആ സമയത്ത് ഡൽഹിയിലില്ല. അതിനു മുൻപ് തന്നെ ഞാൻ ഡൽഹി വിട്ടിരുന്നു. അതുകൊണ്ട് ആ 2011-13 കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടാം UPA മന്ത്രിസഭയെ പുറത്തിറക്കുന്ന ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ, IAS, അതായത് വളരെ പ്രകടമായി തന്നെ ഒരു അർദ്ധ ഫാസിസ്റ്റ് എന്ന് വിളിക്കാവുന്ന അണ്ണാ ഹസാരെയെ പോലെയുള്ള ഒരാളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക. അതിന്റെ അലയിലാണ് 2014 RSS BJP അധികാരത്തിൽ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഇതനുസരിച്ച് ആപ്പ് നിർമ്മിക്കപ്പെടുകയാണ്. അത് വാസ്തവത്തിൽ RSSന്റെ ഒരു ട്രോജൻ കുതിരയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അവർ ഇറക്കി വിടുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് എപ്പോഴും RSSന് അവർ കാണുന്ന ഒരു ഗെയിമുണ്ട്. അതായത് BJPക്ക് എതിരായി ഒരു പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഏകകക്ഷി RSS ഭരണം എന്ന ചീത്തപ്പേര് വരും. അപ്പോൾ കോൺഗ്രസിനെ മാറ്റിക്കൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യമായ അവരുടെ മൃദു ഹിന്ദുത്വ ദേശീയത രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു B ടീം അവർക്ക് പ്രതിപക്ഷമായി ഇന്ത്യയിൽ വേണം. കോൺഗ്രസിനെ അവർക്ക് പുറത്താക്കുകയും വേണം. കോൺഗ്രസ് മുക്ത ഭാരത്, അത് തന്നെയാണ് RSSന്റെ ലക്ഷ്യം. ആ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരുപക്ഷെ നെഹ്റു കുടുംബമില്ലാതെ ഈ ആപ്പിനെ പോലൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ, അവർ പേര് വല്ലതും മാറ്റുകയാണെങ്കിൽ വേണമെങ്കിൽ RSS സ്വീകരിച്ചേക്കും. അല്ലാത്തടത്തോളം കാലം അവർക്ക് ഇന്ത്യയിൽ അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അവരുടെ RSSന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് എതിരല്ലാത്ത ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ആവശ്യമുണ്ടായിരുന്നു. അതിന് അവർ സൃഷ്ടിച്ചതാണ്. അത്
എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ എനിക്കറിയാം. ഞാൻ പത്രപ്രവർത്തനം നടക്കുമ്പോഴും സജീവമായിരുന്നു RSSൽ. ഗോവിന്ദാചാര്യ. അദ്ദേഹം ഉത്തർപ്രദേശിൽ ഇപ്പോഴും അദ്ദേഹം RSSന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നില്ലെങ്കിലും ഹിന്ദു രാഷ്ട്രവാദത്തിന്റെ പുറകിലുള്ള ശില്പികളിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹമായിരുന്നു 2011-12 കാലത്ത് ഈ ആപ്പ് എന്ന പ്രതിഭാസത്തിന്റെ ജനനത്തിന് പിന്നിൽ നിന്ന് ചരട് വലിച്ച ഒരു വ്യക്തി. മറ്റത് ഇപ്പോഴും നിലവിലുണ്ട്. നമ്മുടെ ദേശീയ സുരക്ഷാ അഡ്വൈസറായ ഡോവലിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഡൽഹിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രശസ്തമായ വിവേകാനന്ദ ഫൗണ്ടേഷൻ, RSSന്റെ തിങ്ക് ടാങ്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അന്ന് ആ കാലഘട്ടത്തിൽ ഈ IAC, ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന നാടകം വാസ്തവത്തിൽ RSS, BJP, ഗോവിന്ദാചാര്യ വഴിയും ഡോവൽ വഴിയും അതിസമർത്ഥമായി നടപ്പിലാക്കിയ ഒരു 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 സൃഷ്ടിയായി. അത് നമ്മൾ അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു നമ്മളിപ്പോ പലരും. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ സ്വഭാവം ഒരു മധ്യവർഗ സ്വഭാവം. ഞാൻ ഡൽഹിയിൽ ധാരാളം വർഷങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് ഡൽഹിയിലുള്ള ബാബുജിമാരുടെ, മധ്യവർഗ ഇടത്തരം ബാബുജിമാരും, അതായത് RSSനും BJPക്കും പിന്തുണയുള്ള ചെറുകിട കച്ചവടക്കാർ, ചെറുകിട ജോലികളിൽ, കേന്ദ്ര ഗവൺമെന്റ് ജോലികളിൽ സ്ഥാപിക്കുന്നവർ, പിന്നെ റെസിഡൻഷ്യൽ കോളനികളിലുള്ള പഞ്ചാബിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ, ഇത്തരം BJPക്ക് എന്നും പിന്തുണച്ചിരുന്ന ഒരു മധ്യവർഗത്തിന്റെ പിന്തുണ ഇവർക്ക് അതിവേഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു. BJP അവരെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്യുകയായിരുന്നു. ഇത് കൃത്യമാണ്. ഇപ്പോൾ തിരിച്ചറിഞ്ഞു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ആദ്യം ഇത് വിട്ടപ്പോൾ ഇതിന്റെ അടിസ്ഥാന രാഷ്ട്രീയ കാരണം ഇത് ഒരു RSS B ടീമായിരുന്നു. അതിന്റെ ഉദ്ദേശം ഇന്ത്യയാകെ കോൺഗ്രസിനെ നശിപ്പിക്കലായിരുന്നു എന്ന് വ്യക്തതയുള്ള രാഷ്ട്രീയമുള്ളവരുണ്ടായിരുന്നു. എന്നാൽ അല്ല, ഇത് ലോകത്തെവിടെയും കാണുന്ന അഴിമതി വിരുദ്ധ വിപ്ലവത്തിന്റെ, പുത്തൻ തലമുറയുടെ വിപ്ലവത്തിന്റെ, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വിപ്ലവത്തിന്റെ തുടങ്ങിയ പേരുകൾ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ അണ്ണ ഹസാരയെ പോലെ മദ്യപിക്കുന്നവരെ മർദ്ദിക്കുന്ന, ചാട്ടവാർ അടിക്കുന്ന ഒരു ഗാന്ധി, എങ്ങനെയാണ് ഗാന്ധി എന്ന് വിളിക്കാൻ പറ്റുക? അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അറിയുന്നവർക്കറിയാം. അദ്ദേഹം ഈ RSSന് പറ്റിയ ഒരു സന്യാസിയായി. പിന്നെയും സന്യാസിമാരുണ്ടായിരുന്നു, അത് താങ്കൾക്കറിയാം. ഞാൻ പറയേണ്ട ബാലസ്വാമിയും പിന്നീട് യോഗ നടത്തിയവർ, ഇങ്ങനെ ഒരു കൂട്ടം കൂടെ. പിന്നീട് നമ്മൾ തെളിഞ്ഞ പോലെ കിരൺ ബേഡി, പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥ. അപ്പൊ ഇത് രണ്ട് അവരുടെ അടിസ്ഥാന കാര്യം. ഈ ആപ്പ് രൂപീകരിക്കപ്പെട്ട മുതൽ അത് മുസ്ലിം വിരുദ്ധമായിരുന്നു. ഇത് നമ്മൾ തിരിച്ച് ഇനിയെങ്കിലും പറയാൻ തയ്യാറാവണം. കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ എടുപ്പ് കെട്ടുകളിൽ ശുദ്ധഗതിക്കാർ വീണുപോകും. അഴിമതിയില്ലാത്ത ഒരു ഇന്ത്യ. അത് കെജ്രിവാളിനെ പോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇതിന്റെ പ്രതിനിധിയാണ്. ഈ ഡൽഹിയിലെ അദ്ദേഹം കുറച്ച് ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഡൽഹി ഒരു കൃത്യം പ്രതിനിധിയാണ്. ഒരു മഫ്ളർ കെട്ടിയത് കൊണ്ട് ഒരാൾ സാധാരണക്കാരനാവില്ല. അപ്പോൾ ഇത്തരം വലിയൊരു നാടകത്തിന്റെ അതിന്റെ പുറകിലുള്ള ഒരു വളരെ പ്രതിലോഭപരമായ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ട്രോജൻ കുതിരയായിരുന്നു ആപ്പ്. അത് ക്രമേണ അത് തുറന്നു കാട്ടപ്പെട്ടു. കാരണം അവർ ഇടപെട്ടോട്ടെ. അത് IAC, ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന പ്ലാറ്റ്ഫോം RSS സ്പോൺസർ ചെയ്തതാണെന്ന് ഡൽഹിക്കാർക്ക് മിക്കവാർക്കും അറിയായിരുന്നു. നമ്മളെ പോലുള്ളവർക്ക്, എല്ലാ സാധാരണക്കാർക്കും അറിഞ്ഞുകൂടാം. പക്ഷേ അതിൻ്റെ വിവേകാനന്ദ ഫൗണ്ടേഷനും RSSും താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന് ബേസിസ് ആയിട്ട് വന്നത് ടെലികോം സ്കാം, അതായത് ഈ ഇമാജിനറി ലോസിന്റെ പുറത്തുള്ള ടെലികോം സ്കാം ആയിരുന്നു. അത് ഗോൾഡ് സ്കാം എന്ന് വന്നു. ഇതെല്ലാം കോടതികൾ വർഷങ്ങളായി നമ്മൾ നോക്കുകയാണെങ്കിൽ കോടതികൾ ഈ അലിഗേഷൻസ് ടെലികോം സ്കാം തൂത്തെറിഞ്ഞു. കോടതി ഗോൾഡ് സ്കാമും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതായത് അവർ ഊന്നിയ കറപ്ഷൻ എന്ന് പറയുന്നത് ഇമാജിനറി ആയിരുന്നു എന്ന് കോടതികൾ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് സാർ ഇതിന്റെ
പൊള്ളത്തരം ശരിക്കും വിളിച്ചു. അതെ, തീർച്ചയായും വളരെ കൃത്യം. എനിക്ക് താങ്കൾ ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. കൃത്യം. ഇതിന് ഇത്തരത്തിലുള്ള കോടതി പറയുന്ന സമയം എടുത്തപ്പോഴത്തേക്കും കെജ്രിവാൾ ഒരു അവധൂതനായി കഴിഞ്ഞു. അതായത് അതിൽ കൃത്യമായ പങ്ക് വഹിച്ച ഒരാളാണ് വിനോദ് റോയ്. താങ്കൾ പറഞ്ഞ എല്ലാ മലയാളികൾ എനിക്കും പരിചിതമാണ്. അദ്ദേഹം തൃശ്ശൂർ കളക്ടറും മറ്റുമായിരുന്നു. എനിക്ക് പരിചയമുള്ളൊരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അഴിമതികളുടെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിന്റെ നിയമപരമായ സാധുതയെ പോലും ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാതെ ഒറ്റ നോട്ടത്തിൽ ശരിയെന്നും ധാർമ്മികമെന്നും തോന്നുന്ന ഒരു കപട വിപ്ലവം, a pseudo revolution was enacted in Delhi. And now we are seeing അതിന്റെ ആ കപട വിപ്ലവത്തിന്റെ തൊലിയുരിയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് അടിയന്തരമായി RSSന്റെ ഗെയിം വിജയിച്ചു. എങ്ങനെ? കോൺഗ്രസിനെ ഡൽഹിയിൽ ഇല്ലാതാക്കി. 2, തകർന്നുകൊണ്ടിരുന്ന കോൺഗ്രസിനെ ഗുജറാത്തിൽ ചെന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പഞ്ചാബിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി. ഗോവയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യവാസികൾ എന്താണ് ഈ ട്രോജൻ കുതിരയെ ഉപയോഗിച്ച് ഇന്ത്യയിൽ RSS ചെയ്തത് എന്ന് വളരെ കൃത്യമാണ്. അവസാനം പഞ്ചാബ് നടക്കുന്ന കാര്യങ്ങൾ പഞ്ചാബിനാണ്. അതുവരെ എന്താണെന്ന് മനസ്സിലാക്കണം RSSനെ സംബന്ധിച്ച്, ഈ ആപ്പിനെ സംബന്ധിച്ച്. ഒരു കാര്യം കൂടി മറക്കണ്ട, ചരിത്രത്തിൽ 2012 ശേഷം RSSന് സ്വീകാര്യമല്ലാത്ത ഒരു കാര്യത്തിനും മുന്നോട്ട് വന്നിട്ടില്ല. ഇനി കൃത്യമായി അറിയാം, ആർട്ടിക്കിൾ 320 കാശ്മീരിനെ അതിന്റെ സ്വതന്ത്ര പദവി എടുത്ത് കളയുന്ന അതിനെ പൂർണ്ണമായി പിന്തുണച്ചു കെജ്രിവാളും കൂട്ടരും. പൗരത്വ നിയമത്തിനെതിരായി സ്ത്രീകൾ ഡൽഹിയിൽ രംഗത്തിറങ്ങിയപ്പോൾ അവർക്കെതിരെ നീങ്ങി ഡൽഹിയിൽ കെജ്രിവാൾ സർക്കാർ. എന്തിന്? ബർമയിൽ നിന്ന് വന്ന റോഹിംഗ്യ മുസ്ലിംസിന്റെ കാര്യം വന്നപ്പോൾ RSSനൊപ്പം നിന്നു ആപ്പ്. അയോധ്യ വിധി വന്നപ്പോൾ RSSനൊപ്പം നിന്നു. എന്തിന്? രാമന്റെ കൂടെ ഹനുമാൻ ചാലിസയും കൂട്ടിച്ചേർത്തു. അയോധ്യയിലേക്ക് ഡൽഹി സർക്കാർ പിൽഗ്രിമേജ്, അതായത് ഭക്തരെ കൊണ്ടുപോകാൻ ട്രെയിൻ സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുക്കും. അതെ, ഞാൻ പറയുന്നത് ഈ സൈദ്ധാന്തികമായ, ഈ ആദർശപരമായ, ആശയപരമായ ഒരേ മൂശയിൽ തീർത്ത ഒരു ബി ടീമിനെയാണ് RSS ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പുട്ടിനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിർത്തുന്നുണ്ട്, പ്രതിപക്ഷമാണെന്ന് കാണിക്കാൻ, ഇല്ലേ? റഷ്യയിൽ ഒരു പുട്ടിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അതിനും കിട്ടും കുറച്ച് വോട്ട്, അതിനും പാർലമെന്റിൽ അംഗത്വം ഉണ്ടാവും. ചൈനയിലും അതുപോലെ ഉണ്ടാവും കുറെ പാർട്ടികൾ പ്രതിപക്ഷത്തിൽ. ഒരുപക്ഷെ നോർത്ത് കൊറിയയിൽ പോലും ഉണ്ടാവാം 1% വോട്ട് കിട്ടുന്ന ഒരു പ്രതിപക്ഷ കക്ഷി. എന്നാൽ കോൺഗ്രസിന് പകരം ഇത്തരം തങ്ങളുടെ ഒരു പതിപ്പായ, സോഫ്റ്റ് പതിപ്പായ, മൃദു പതിപ്പായ കെജ്രിവാളിന്റെ ആപ്പിനെ അവർ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ അവരെ തൂത്തുമെറിയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്, അല്ലേ? ആപ്പിനെ പേടിപ്പിച്ചു, ആപ്പിനെതിരായി കള്ളക്കേസുകൾ കൊണ്ടുവന്നു, ഡൽഹിയിൽ സ്വതന്ത്രമായി ആ സ്ഥാനമെടുത്തു. അവർ 1ാം സ്ഥാനത്ത്, ആപ്പ് 2ാം സ്ഥാനത്ത്. അവരെന്ത് പ്രതീക്ഷിച്ചോ ഈ ഫാസിസ്റ്റുകൾ അത് നടപ്പാക്കുമ്പോൾ കൈയടിച്ച ആളുകളാണ് ഇന്നെങ്കിലും പുനർചിന്തിക്കേണ്ടത്. ഇത് വലിയ പ്രതിഭാസമാണെന്നും കോൺഗ്രസ് മുഴുവൻ കറപ്ഷൻ ആണെന്നും കോൺഗ്രസ് മുഴുവൻ നെഹ്റു കുടുംബത്തിൻ്റെതാണെന്നും വലിയ പുരോഗമനം പോലെ പറഞ്ഞു നടന്നവരുണ്ട്. അതിൽ പെട്ടുപോയവരാണ് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും. അവർക്ക് അതിവേഗം മാറാൻ കഴിഞ്ഞു. കാരണം അവർ ചിന്തിക്കുന്നവരാണ്, അവർ സ്വതന്ത്ര ബുദ്ധിജീവികളാണ്, അവർ ജനാധിപത്യവാദികളാണ്, അവർ മതനിരപേക്ഷരാണ്. ഇതിനെല്ലാം കടകവിരുദ്ധമായ ഒരു മധ്യവർഗ പ്രസ്ഥാനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയി ഒടുവിൽ സാമൂഹ്യ മീഡിയ താരങ്ങളും ഈ അല്പപ്രഭ മാത്രം പുകഴ്ത്തിക്കൊണ്ട് ചില ക്രോണികളും ഇവരെ വെച്ചെടുത്തു. പഞ്ചാബിനെ പോലെ ഒരു കർഷക സമരത്തെ നേരിട്ട് പിന്തുണയ്ക്കാത്ത അവർക്ക് കയർന്നു വരാൻ കഴിഞ്ഞു. ചെറുപട്ടണങ്ങളിലെയും പട്ടണങ്ങളിലെയും മധ്യവർഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് പഞ്ചാബിൽ അവർ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത്. അവിടെയാണ് ഇപ്പൊ വീണ്ടും തകരുന്നത്.
പക്ഷെ അവിടെ എങ്ങനെ ബി ജെ പിക്ക് പകരമാവാൻ കഴിയും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ബി ജെ പിക്ക് 4-5% വോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ തുടക്കമാണ്. അവിടെയാണ് ഇതിന്റെ പ്രസക്തി. ഇപ്പോൾ മാറിപ്പോയ സന്ദീപ് പഥക് എന്ന ഓർഗനൈസർ പഞ്ചാബിലെ ആം ആദ്മിയെ ഗ്രൗണ്ടിൽ നിന്ന് പൊക്കി ഈ അധികാരത്തിൽ കൊണ്ടുവന്ന സന്ദീപ് പഥക് എന്ന അദ്ദേഹം എഞ്ചിനീയറോ IITian. അദ്ദേഹം ഇന്നലെ ഞാൻ കേട്ടത് അദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു കരകളഞ്ഞ RSS ഫാമിലിയിൽ നിന്നുള്ള ഒരു അദ്ദേഹമാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓർഗനൈസറാണ്. അദ്ദേഹമാണ് ഈ പഞ്ചാബിന്റെ വിജയത്തിന് പുറകിൽ. അദ്ദേഹവും BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താണ് നടക്കാൻ പോകുന്നത്. കേജ്രിവാളിനെ പറ്റി നമ്മളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഒരു RSS ഫാമിലിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഹിന്ദി കേട്ടാൽ അറിയാം. അദ്ദേഹം ആയ കാലത്ത് കുട്ടിക്കാലത്ത് ശാഖയിൽ പോയിട്ട് കൃത്യമാണ് അദ്ദേഹത്തിന്റെ ഹിന്ദി. അവരുടെ ഒരു ലിംഗോ ഫ്രാങ്ക ഉണ്ട് RSSന്റെ. അത് തന്നെയാണ്, ആ ഹിന്ദിയാണ് അദ്ദേഹം പറയുന്നത്. ഇത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രച്ഛന്ന RSSകാർ എല്ലാ പാർട്ടികളിലുമുണ്ട്. ഇതാണ് RSSനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത്. RSS എന്ന് പറഞ്ഞാൽ അവരുടെ സകല റിസോഴ്സസും ഇപ്പോൾ BJPയിൽ മാത്രമല്ല. കോൺഗ്രസിൽ എത്ര പേരുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. മധ്യപ്രദേശിൽ ശുക്ലമാർ, പിന്നീട് പോയ എത്രയോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആസാം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ RSS എല്ലാ ഇന്ത്യൻ പാർട്ടികളിലും അവർ മുതൽ മുടക്കിയിട്ടുണ്ട്. അവരുടെ തന്നെ സൃഷ്ടിയാണ്. പഞ്ചാബിൽ അവരുടെ രാവിലെ പണ്ട് ആരോ പറഞ്ഞ പോലെ ശാഖയിൽ പോകലും കോൺഗ്രസ് പ്രവർത്തനവും നൂൽക്കലും ഒരുപോലെ നടത്തിക്കൊണ്ടിരുന്ന എത്രയോ കോൺഗ്രസ്സുകാർ നമുക്കറിയാം. അപ്പോൾ ഇതിനെ പറ്റി പക്ഷെ ഇങ്ങനെ ഒരു പാർട്ടിയെ തന്നെ സൃഷ്ടിക്കുക, അത് ലക്ഷ്യം വെച്ച് ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തകർക്കുക, കാര്യം കഴിഞ്ഞപ്പോൾ അവരെ വിഴുങ്ങുക, ഇത്ര നീചമായ RSSന്റെ ചതിയുടെ രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയാണ്.